ചേട്ടോ നീ ഇതെവിടെയായിരുന്നു? ആ നീ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നീ വീട്ടിൽ പോയി കല്യാണം കഴിച്ചങ്ങോട്ട് കൂടിയെന്ന്. കല്യാണം കഴിച്ചു. ഞാനല്ല, സതീശൻ. എന്നിട്ടെന്താ നീ എന്നോട് പറയായിരുന്നേ? പെട്ടെന്നായിരുന്നു. ലവ്വാ, വലിയതോ വീട്ടിലെ പെണ്ണ. അവൾ ഇറങ്ങി വരണമെങ്കിൽ അവനൊരു മാരുതി കാർ വേണം. ആ പ്രേമം കൊള്ളാലോ. എന്നിട്ട് നീ കാർ വാങ്ങി കൊടുത്തോ? പിള്ളേരല്ലടാ, വാങ്ങിക്കൊടുത്തു. മാരുതിക്ക് പകരം ഒരു സെന്ന് വാങ്ങി. അവള് സുഖമായിട്ട് ഇറങ്ങി വന്നു, കല്യാണം നടത്തി കൈ കൊടുത്തു. അത് കൊള്ളാം. മാധവിയേ, ഒരു വിരുന്നാരുണ്ടേട്ടാ. ആ പൊണ്ടാട്ടിങ്ക ഇരുക്ക. എപ്പടി സൗഖ്യമാ? സൗഖ്യം മലയാളത്തില് പറഞ്ഞാ മതി. ആഹാ, നല്ല അസലായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. എടാ, ഞാൻ പോയ തക്ക നോക്കി നീ കല്യാണം കഴിച്ചു. കല്യാണത്തിലാണോ കാര്യം? അതെന്ന് വേണേലും കഴിക്കാലോ. നീ പ്രേമൻ ഇവിടെ ഇല്ല, അപ്പൊ എനിക്കൊരു അന്തിക്കൂട്ട് കണ്ടടാ. അപ്പൊ നമ്മളിന്ന് പുറത്ത്. നീ എന്തിനാ പുറത്ത്? നീ ഞങ്ങളുടെ കൂടെ കിടന്നോടാ, അല്ലേടി? പിന്നെ ഞങ്ങള് കൂടെ പുറപ്പോളാ. എവൻ ചിലപ്പോ നിന്റെ കൂടെ കിടന്നാലും ഞാൻ ഒന്നും പറയില്ല. ചന്ദ്രന്റെ ചങ്ങാടെ ചില നേരത്തെ പോവാൻ എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. നിന്റെ പെങ്ങളെ അവന് കെട്ടിച്ചു കൊടുക്കണ്ട. ചന്ദ്രന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്ക്. അതിന് സുധയുടെ കല്യാണം കഴിഞ്ഞു പോയില്ലേ? ഓഹോ, കഴിഞ്ഞില്ലായിരുന്നു കെട്ടിച്ചു കൊടുക്കുവോ? അവക്കും അവനും ഇഷ്ടമാണെ കെട്ടിച്ചു കൊടുക്കും. എന്താ വിരോധമുണ്ടോ? പോടുന്നു. എന്നാലും എനിക്ക് കെട്ടിച്ചേരില്ലേ, മനസ്സിലായിക്കോളൂ. ഇപ്പോളെ കെട്ടിയോണല്ലോ. എന്താ സുന്ദരൻ, എന്ത് പറഞ്ഞാലും വിളിക്കും. ശാപം കയറാ പട്ടി. എന്ത് ചെയ്യാനാടാ, പറ്റിപ്പോയില്ലേ. നീ വിഷമിക്കണ്ട, അവളെ നിനക്ക് കെട്ടിച്ചേരാ. ചന്ദ്രേട്ടാ സീരിയസ് ആയിട്ട് പറയാം. പിന്നെ അല്ലാതെ ഇനിയേ നടക്കൂ. പിന്നെ പക്ഷെ അടുത്ത ജന്മത്തില് അന്ന് നീ കുറച്ചുകൂടെ ബുദ്ധിയും ബോധമുള്ള ആളായിട്ട് ജനിക്കണം. പിന്നെ ഇത്ര തടിയും പാടില്ല, കുറച്ചുകൂടെ സൗന്ദര്യം വേണം. പുളിച്ച തെറിയാൻ പറയും. നോക്കി കണ്ട് കയറിടാ. ദേ വന്നു കൂട്ടുകാരൻ. ഈ ആളെ അറിയൂ? അറിയില്ല. ആരാ? ഇതാണ് പറവട്ടാനിക്കാരൻ ഗോപാലൻ. ഓ, വലിയ ചീട്ടുകളിക്കാരൻ. അതെ ഗോപാല, ഭയങ്കരന്. നിന്നെ പോലെ തന്നെ ചീട്ട് വന്ന് കേറും കയ്യില്. ഹലോ. കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. ബോംബെയിലായിരുന്നു ഞാൻ. ആ, മൂപ്പരൊരു ക്ലബ്ബ് തുടങ്ങാൻ പോവാ. ഷെയർ ആയിട്ട് തുടങ്ങിയാലോടാ. നമ്മൾ രണ്ടാളും ഉണ്ടെങ്കിൽ കാശ് വാരാൻ നമുക്ക്. അയ്യോ, ഞാനില്ല. ലോറി ബിസിനസ് തന്നെ നോക്കി നടത്താൻ സമയമില്ല. നിങ്ങൾ രണ്ടാളും കൂടെ തുടങ്ങി, ഞാൻ അവിടെ നിന്ന് കളിക്കാം. എന്താ പോരെ? പോട്ടടാ. ശരി. സന്ധ്യക്ക് മുമ്പേ തിരുനെൽവേലി പ്രേമ. എന്താ വാ, ഇത് നടക്കുന്നു തോന്നണില്ല. സാരമില്ല, ഞാൻ വേറെ വഴി കണ്ടോളാം. ആ, നീ എവിടുന്നാടാ? മറ്റേടത്തുനിന്ന്. എടാ, വണ്ടി മാറ്റി, എനിക്ക് പോണം. ഒരു കാര്യം പറയാണ്ട്. എനിക്ക് സന്ധ്യക്ക് മുമ്പ് ചരക്കിറക്കാനുള്ളതാ. അതിനേക്കാൾ വലിയ ചരക്കിന്റെ കാര്യ ഞാൻ പറയാൻ പോണത്. ചന്ദ്രേട്ടൻ വേറെ ജോലിയില്ലേ, നമുക്ക് പോവാം. നീ പോടാ. അത് ഈ പിള്ളേരെയൊക്കെ പാടില്ലാത്ത കാര്യ. നീ വന്നേ. പിള്ളേര് പിള്ളേര് പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് കൊച്ചാക്കണ്ട. എടാ, നീ ചന്ദ്രൻ ഉദിച്ചോർണ കണ്ടിട്ടുണ്ട്? പിന്നെ ഉദിച്ച് നിക്കല്ലടാ ചന്ദ്രൻ. അയ്യടാ, കുന്നത്ത് വെച്ച വടക്ക് കണ്ടിട്ടുണ്ടാ? ചന്ദ്രക്കതിൽ കടഞ്ഞത് കണ്ടിട്ടുണ്ടാ? വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ കണ്ടിട്ടുണ്ടാ? നിനക്കെന്താടാ വട്ട് പിടിച്ചോ? ഒരു ഉരുള വെണ്ണ എടുത്ത് നിന്റെ കൈ തന്ന നീ എന്ത് ചെയ്യും? അത് ഞാൻ നിന്റെ തൊള്ളയിലേക്ക് തിരികെ. ആദ്യം നീ വിഴുങ്ങും, അത് കഴിഞ്ഞ് ഞാൻ വിഴുങ്ങും. നമ്മളെ വാളയാർ ചെക്ക് പോസ്റ്റിലെ പാൻവാല രാജനുണ്ടല്ലോ, അവന് നീ അറിയൂ? അറിയാം. ആ, രാജനൊരു മോളുണ്ട്, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നാ കാണ്. യുവഹൃദയങ്ങളിൽ ഒരു കാന്താരി മുളക് ഒടിച്ച് കുത്തിയ മാതിരി അവൾ ഇങ്ങനെ ഒരു ചിത്രശലഭത്തെ പോലെ മീട്ടാപ്പാൻ മീട്ടാപ്പാൻ मीठापान मीठापान पान लो भैया। चिकनी क्या माल है। अच्छा दान है भैया आपका। अगर यही आदत रहेगा तो ये दान नहीं रहेगा, कोई मार के निकालेगा। मेरा जूता देखा, किस लिए पहना है मालूम? बस चलने के लिए नहीं, तुझ जैसे हरामियों को तोहफा देने के लिए। बीड़ी सिगरेट मुर्गन पान मिराज ആ ചേട്ടാ സുഖാണോ? ഒരു 400 പീസ് എടുക്കട്ടെ ചേട്ടാ. എന്താടി മൊത്തത്തിൽ കൊടുക്കൂ? എന്തോ മുറുക്കാൻ മൊത്തത്തിൽ കൊടുക്കൂന്ന് ചോദിച്ചതാ. പിന്നെന്താ, കൊടുക്കാല്ലോ. വേണോ? എന്റെ പൊന്ന് ചേട്ടാ, 2 വയറ് കഴിയാൻ വേണ്ടിട്ടേ പൊരിവേലത്തി പെട്ടി തൂക്കി നടക്കണേ. ഇറച്ചി മുട്ടയും കോഴി ബിരിയാണി ഒന്നും വേണ്ട, അരി മേടിച്ചാ മതി. കളിയാക്കല്ലേ. ഒരു പാക്കറ്റ് ഗോൾഡ്. പ്രേമ, ഞാൻ പറഞ്ഞ സാധനം പൂച്ച. പൂച്ചയല്ലടാ, പുലി. പുലിക്കുട്ടി. പുലിയോ? ഹലോ അണ്ണാച്ചി, സൗഖ്യമാ? നല്ല പാൻ സാപ്പിട്ട് പോകണ്ടേ? നല്ല ദമ്മ പോല. 1 വേണമാ 2 വേണമാ?
അന്ത കിളിക്കൊണ്ട് കൊടു വണ്ടിയിലൊക്കെ അത് തൂങ്ങ മാറ്റേ തടിയ നല്ല പുളിച്ച തെറിയാൻ പറയും മലയാളിയാ അല്ല. നമ്പർ കണ്ടപ്പോ തമിഴാന്ന് തോന്നി. ഒരു തമാശ പറഞ്ഞ ചേട്ടാ, ക്ഷമിക്ക്. നമ്മൾ ഏതായനം മലയാളിയാണോ തെലുങ്കത്തിയാണോ ഹിന്ദിയാണോ അല്ലെങ്കിൽ വല്ല കാട്ടുജാതിയാണോ? അച്ഛൻ മലയാളി, അമ്മ ഗുജറാത്തി. എടുക്കട്ടെ ചേട്ടാ? നിന്നെടുത്തോളാം. നീ എടുക്കണ്ട, അവൾ എടുക്കട്ടെ. ഒരു 3 എണ്ണം 120. 3 എണ്ണത്തില് ഒന്ന് പൊതിയണോ? വേണ്ട, ഒന്നിവന്, ഒന്ന് എനിക്ക്, ഒന്ന് നിനക്ക്, എന്റെ വക. എനിക്കോ? എനിക്ക് വേണമെങ്കിൽ ഞാൻ തിന്നോളാം. അതിന് ചേട്ടന്റെ കാശ് മുടക്കണ്ട. അത് സാരല്ല, ഒരെണ്ണം ഈ വായിലിട്ടാ കുറച്ചു നേരം ഈ വായ നടഞ്ഞു കിട്ടുമല്ലോ. എന്ത് ചെയ്യാനാ ചേട്ടാ, വായിട്ടലച്ചാലേ ഒരു മുറുക്കാൻ വാങ്ങും. 2 മതി. ഈ വായിൽ മുറുക്കാൻ ചവച്ച് ഈ ചിരിയുടെ ഭംഗികളേണ്ട. ഹൈ, ഒരു സത്യം പറഞ്ഞാൽ ഇത്ര ഗൗരവം എന്തിനാ? നല്ല ഭംഗിണ്ടിട്ടാ. പയ്യൻ തലയിരിക്കുമ്പോ വാലാണ്. ഇവനെ വാലാട്ടുന്ന വർഗ. പോട്ടിക്കോ, ഇനി അധികം വർത്താനം പറയണ്ട. 10 രൂപ. എന്നടാ, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് പോട്ടോളാം. പേരെന്താ? മുറുക്കാൻ നിന്നാ പോരെ, എന്തിനാ പേരറിയണേ? മുറുക്കാനും തിന്നാ, പേരും അറിയാം. പേര് പറയുന്നതിന് എന്താ? ഞാൻ ചന്ദ്രഹാസൻ, ഇവൻ പ്രേംകുമാർ. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ കാര്യം. ചേട്ടൻ പോയേട്ടാ. പേര് ഞാൻ പറയട്ടെ? പറയട്ടെ? ആ പറയ്. രുദ്രാണി. രുദ്രാണിയൊന്നുമല്ല, ഇന്ദ്രാണി. നല്ല പേര്. എന്താടി ഒരു ചിരിയും കളി? എന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ? ആ കിളിച്ചോ കിളിച്ചോ, പക്ഷേ ലോറിക്കാരോടാ അത് ഓർത്തോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. നിന്നെ അല്ല, നിന്റെ തന്തേനെ തല്ലണ്ട. എന്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ ഈ ലോറിക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിടരുന്നു. ഒരു 100 വട്ടം ഞാൻ ആ കളവനോട് പറഞ്ഞതാ. അയാള് വിചാരിക്കണ്ടോ നീ ഏതെങ്കിലും ലോറിക്കാരന്റെ കഴുത്തു ഞാൻ കൂടെ പോയിക്കോളൂന്ന്. നടക്കില്ല. നീയേ എനിക്കുള്ളതാ. അതും നടക്കില്ല. ആഹാ, എന്നാ നിന്റെ തന്ത വീട് വെക്കാൻ വാങ്ങിയ 25,000 രൂപ ഇങ്ങോട്ട് വെക്കടി. എന്നിട്ട് വലിയ വർത്താനം പറ. മര്യാദക്ക് നിന്നാ നിനക്ക് നിന്റെ അച്ഛനും നല്ലതാ. എടഞ്ഞാണ്ടല്ല, ഈ സുധാരം വെറും ചെറ്റയാ, ചെറ്റ. അത് മറക്കണ്ട. എന്താ എന്റെ മോളുടെ മുഖം വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല അച്ഛാ, അച്ഛന്റെ കാലിന്റെ വേദനയുണ്ട്. ആ കുറവുണ്ട്, നീര് പറ്റി. 2 ദിവസം കഴിഞ്ഞാൽ നടക്കാം. ഭാഗ്യം. എന്റെ മോള് വെയില് കൊണ്ട് കറുത്തു. അത് അച്ഛന് തോന്നണതാ. അച്ഛന് സുഖാണോരെ? നമുക്ക് ചാവക്കാട് പപ്പനിയമ്മയുടെ വീട്ടിൽ പോയി നിന്നാലോ? വേണ്ട അച്ഛാ, അച്ഛന്റെ സ്വന്തം ചേട്ടന് പോലും നമ്മൾ ചെല്ലണത് ഇഷ്ടമല്ല. പിന്നെയാണോ അമ്മായിയുടെ വീട്? നമ്മൾ ആർക്കും ഭാരമാവണ്ട. എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ സുധാകരന്റെ 25,000 രൂപ തിരിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ആരും ഇല്ലേ ഇവിടെ? ആരെ ഈ സമയത്ത്? ആരാ? ഞാനൊരിത്തിരി ദൂരേന്ന് വരിക. നമ്മുടെ ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് ഏതാ? ആരാ മോളെ? ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് തിരക്കിയ ഒരാള്. ആ, നിങ്ങളുടെ വീടായത്? അത് കൊള്ളാം. എന്നിട്ട് എന്നെ അറിയില്ല? കണ്ടിട്ടുണ്ട്. കബീറിന്റെ വീട് ഇവിടെ അടുത്തല്ലല്ലോ, ആറ്റോ ചെക്ക് പോസ്റ്റിന്റെ പിന്നിലാ. എന്നിട്ട് ആരോ പറഞ്ഞു ഇവിടെയാണെന്ന്. മോളെ, ഒരു ഗ്ലാസ് വെള്ളം തരൂ. മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക്. ഇരിക്കേ ഇരിക്കേ. ഇരിക്കണില്ല, അവനെ കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. മോളാ? ആ, ഒറ്റ മോളേ ഉള്ളൂ. നിങ്ങൾ 2 ആള് മാത്രമേ ഉള്ളൂ? അതെ. അപ്പൊ ചേട്ടന്റെ ഭാര്യയോ? അവള് മരിച്ചുപോയി. എങ്ങനെ? ആ കാര്യമൊക്കെ പറയാണ്ടിരിക്കാ ഭേദം. ഗുജറാത്തിൽ കലാപുണ്ടായി. ഒരു കൂട്ടര് കത്തിയും കട്ടാരായിട്ട് വന്ന് വീണ് തീ വെച്ചു. അവളാ തീപ്പെട്ടു. എന്റെ കൈയുണ്ട്. കഷ്ടം. ഈ മനുഷ്യന്മാർക്ക് എന്താ സ്നേഹിച്ച് ജീവിക്കാണ്ട് വെട്ടും കുത്തും തീവെപ്പും. അല്ല, ഇവിടെ എങ്ങനെ ഒന്ന് വിട്ടു? ആ, അത് പിന്നെ മോളുടെ അമ്മ അവിടുത്തെ കാര്യം ഞങ്ങളെ സ്നേഹിച്ചു കൂടിയാ. അവിടെ ഞങ്ങക്ക് ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. അവള് കത്തിക്കരിഞ്ഞ് നാട്ടിൽ ജീവിക്കണ്ടെന്ന് തോന്നി വിട്ടു. ഒരു ലോറിക്കാരനാ നാട്ടിലെത്തിച്ച. ഇവിടെയാ നാട്? നാട് ഗുരുവായൂരാ. ചെറുപ്പത്തിലേ നാട് വിട്ടതാ. 10-25 വർഷമായി. തിരിച്ചു വന്നത് ആർക്കും ഇഷ്ടായില്ല. വെള്ളം. അങ്ങനെ വളയാറ് ഒന്ന് കൂട്ടി. അച്ഛൻ എന്തിനാ ഈ പഴമുരാണോ പറഞ്ഞോണ്ടിരിക്കണം? അങ്ങേർക്ക് പോണ്ടല്ലേ? സാരമില്ലെന്നേ. ഞങ്ങക്ക് സാരമുണ്ട്, അച്ഛന് സുഖമില്ലാണ്ടിരിക്കുക. മോള് മിടിക്കാട്ടാ, മിടുമിടുക്കി. എന്താ പേര്? നിങ്ങൾ കബീറിനെ അന്വേഷിച്ചു വന്നാണോ അതോ എന്റെ പേരെന്നാണോ അറിയാൻ വന്നാണോ? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് പരിചയപ്പെടുന്നേ. രാത്രിയാണോ പരിചയപ്പെടാൻ വരണേ? നിങ്ങൾ പോണം. അതെ, ലോറിപ്പേട്ടെ കിടന്ന് ചിരിച്ചു കളിക്കുമ്പോ ഓർക്കണം.
എന്താ സുധാകര, നിന്റെ വീട് ഇവിടെ? ഇതും എന്റെ ഒരു വീടാ. അല്ല, ഗിരി എന്താ ഇവിടെ? അത് നിന്നോട് പറയണം. വെറുതെ കയറി ഒട്ടണ്ട, ശരീരം ചീത്തയാവും. വിടറാ വിടറാ, ശരീരത്തിൽ നിന്നോടാ. എവനോട് താരാ? നിന്റെ അച്ഛൻ, എന്ത്? നിന്റെ തന്ത. ഓടാ. നായിന്റെ മോനെ. സുധാകര, അയാൾ എന്ത് കൊല്ലും? അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്തോ അല്ല ബന്ധുലോർത്തല്ലപ്പെട്ടാണ്. ഇതെന്ത് പറ്റിയതാ പീതാംബര? ഇന്നലെ ഗിരിയേട്ടൻ ഒരാളെ തുടക്കി. അവര് വണ്ടിയിലെ ഗ്ലാസും തല്ലി പൊട്ടിച്ചു. ഗിരിയേട്ടനെ തല്ലി തവിട് കൂടിയാക്കി. അവനെവിടെ ഉണ്ട്? അകത്തുണ്ട്. മോങ്ങാതെ പറടാ പട്ടി. ആറാ നിന്റെ ദേഹത്തോട്ട്? ആറാ നമ്മുടെ വണ്ടി തൊട്ട്? വാളയാറുള്ള സുധാകരൻ. നീയാണോ സുധാകരൻ? എന്റെ കൂടപ്പുറപ്പിനെ കൈവച്ചത് നീയാണോ? ഞാനാ. അസമയത്ത് എന്റെ പെണ്ണിന്റെ വീട്ടിൽ കയറിയ കൈവയ്ക്കല്ല, കൊല്ലും. നിന്റെ പെണ്ണോ? നീ കെട്ടിയ പെണ്ണൊന്നും അല്ലല്ലോ. ഞാൻ അവളുടെ വീട്ടിൽ കയറും, വേണ്ടി വന്ന അവളെ അവിടുന്ന് പൊക്കും. നീ എന്ത് ചെയ്യും? നീ ആണാണെങ്കി അവളെ ഒന്ന് തൊടും. ദേ അവിടെയുണ്ട് അവള്. വേഗം വീട്ടിൽ പോകും. വാ, ചാരോട്ടം കൊണ്ടാക്കാം. ഞാൻ ആണാണെന്ന് അറിയണമെങ്കിൽ നീ വാ. എന്താ? അപ്പോഴെനിക്കറിയാം ഇത് വലിയ പുലിവാലാവൂന്ന്. നിങ്ങള് സമാധാനിക്കരായിട്ടാ. മറ്റവനെ പോലെ അല്ല ഇവൻ. ഈ ചന്ദ്രനെ, ഇവൻ ആൾ ഇത്തിരി മര്യാദ ഉള്ളവനാ. അതുകൊണ്ട് എന്താ കാര്യം? സുധാകരൻ ഇനി വെറുതെ എനിക്ക് തോന്നുന്നുണ്ട്. ആ, ദേ വന്നു. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ചന്ദ്ര, രാജേട്ടനും മോളും മഹാപാവങ്ങളാ. നീയായിട്ടൊരു പെണ്ണിന് മാനക്കേട് ഉണ്ടാക്കരുത്. പറഞ്ഞ വാശിപ്പുറത്താ ഞാൻ ഈ കുട്ടിയുടെ കൈ പിടിക്കാൻ നോക്കിയത്. അതിന് എന്നോട് ക്ഷമിച്ചേക്ക്. നിങ്ങൾ വാശിയും വൈരാഗ്യമൊക്കെ തീർത്തു പോവും. പിന്നെ ഞാൻ എന്റെ മോൾ അനുഭവിക്കണം. അറിയോ? അതിന് ഞാൻ ഇടവരത്തില്ല. നിങ്ങളുടെ അവസ്ഥയോടെ ആളുകൾ പറഞ്ഞു കേട്ടു. നിങ്ങളുടെ മോളെ എനിക്ക് തരാൻ വിരോധമുണ്ടോ? എന്താ വിരോധമുണ്ടോ? ഇതും വാശിപ്പുറത്താണോ അല്ലെങ്കിൽ സഹതാപം? രണ്ടുമല്ല, എനിക്കിഷ്ടമായതുകൊണ്ട്. എന്റെ കാര്യങ്ങള് രാഘവനറിയാം. രാജേട്ടാ, നിങ്ങളുടെ ഭാഗ്യ, സംശയിക്കേ വേണ്ട. സുധാകരൻ സമ്മതിക്കില്ല. ഒരു 25,000 രൂപയ്ക്ക് അവൻ ഞാൻ കടക്കാരനാ. 25,000 പകരം 50,000 കൊടുക്കാവന്. ഇതും വാശിപ്പുറത്ത് പറയണമല്ല. എന്നെ വിശ്വാസമാണെങ്കിൽ
ഞാൻ വിളിച്ചാ വരുമെങ്കിൽ കൊണ്ടുപോകാൻ